പാവറട്ടി പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിന്റെ 22nd ആനിവേഴ്സറി ആണ്. അപ്പോൾ ഈ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ, പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിന്റെ എല്ലാം ആയിട്ടുള്ള ബിമിത ചേച്ചി, ടിറ്റോ ചേട്ടൻ, ഇവരെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ബിമിത ചേച്ചി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പത്തരമാറ്റ് സീരിയലിലെ ഒരുപാട് പേര് ഇന്നിവിടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ നിന്ന് നമ്മുടെ നേരെ ഇതാ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ആകാശനെ. ആകാശൻ നമ്മുടെ TRP റേറ്റിംഗിൽ ഏഷ്യാനെറ്റിൽ മുന്നിൽ നിൽക്കുന്ന സീരിയലാണ് പത്തരമാറ്റ്. ഇപ്പോൾ 2 വർഷത്തോടെ അടുക്കുകയാണ്. ഓൾമോസ്റ്റ് 2 വർഷം ആവാൻ പോകുന്നു. അതെ. അപ്പോൾ ഈ ഒരു ടൈമില് പത്തരമാറ്റിനെ കുറിച്ച് ചോദിക്കട്ടെ. ഈ ഒരു 2 വർഷത്തെ ജേർണി എങ്ങനെയുണ്ടായിരുന്നു? 2 വർഷത്തെ ജേർണിയുടെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കരിയറിൽ എനിക്ക് നല്ല ഒരു ഒരു റീച്ച് കിട്ടിയ ഒരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അബി എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം മൂർത്തി മുത്തശ്ശൻ്റെ ഒരു കൊച്ചുമോൻ, അതായത് 2 മക്കളിൽ ഏറ്റവും മോശപ്പെട്ട ഒരാളായിട്ടാണ് ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത്. ഗോഡ് ഗ്രേസ് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ 2 വർഷമായി, ഏകദേശം ഒരു 500-550 എപ്പിസോഡ് ആവുന്നു. നല്ല രീതിയിൽ പോകുന്നു. പിന്നെ അബിയായിട്ടുള്ള ക്യാരക്ടർ നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആൾക്കാരുടെ റെസ്പോൺസ് അങ്ങനെ തന്നെയാണ്. ഒരു ഉദ്ദേശമൊക്കെ ഉണ്ട് ആളുകൾക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്രയൊന്നും കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് കുറയ്ക്കാം. സീരിയലൊക്കെ കാണുമ്പോൾ എനിക്ക് തല്ലാൻ തോന്നും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യം. കൂടുതൽ അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ നേരിൽ കാണുമ്പോൾ. പക്ഷെ അതിൽ കാണുന്ന പോലെ അല്ല നേരിൽ കാണുമ്പോൾ. ശരി, ആകാശിനെ കാണുന്ന സമയത്ത് ഒരു പാവം ഫേസ് ഒക്കെയാണ്, ഒരു നമുക്ക് പാവമൊക്കെ തോന്നും. പക്ഷെ പത്തരമാറ്റിൽ കാണുമ്പോൾ ഇതൊന്നുമല്ല, അബി വേറെ ആളാ. നമുക്ക് രണ്ടുപേരും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കുള്ള ക്യാരക്ടർ എങ്ങനെയാ? എനിക്ക് അബിക്ക് യാതൊരു സംബന്ധവും ഇല്ല. ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്കിങ്ങനെ സീരിയലിലെ ക്യാരക്ടർ നെഗറ്റീവ് ആണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയ സമയത്ത് സന്തോഷമാണോ തോന്നിയ? അയ്യോ നെഗറ്റീവ് വേണ്ട, അങ്ങനെയാണോ തോന്നിയത്? അല്ല, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ നെഗറ്റീവ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഏഷ്യാനെറ്റിൽ ഞാൻ ആദ്യമായിട്ട് നെഗറ്റീവ് ചെയ്തത് തോൽസ്പർശം എന്ന സീരിയലാണ്. ഇർഷാദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതിൽ നല്ല നെഗറ്റീവ് ആയിരുന്നു. അഗെയിൻ ഏഷ്യാനെറ്റിലെ എൻ്റെ 3rd പ്രോജക്റ്റാണ് ഏഷ്യാനെറ്റിൽ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് വന്നത് ഏഷ്യാനെറ്റ് സീരിയൽ അമ്മ എന്ന് പറഞ്ഞ 13 years ബാക്ക്, ചിന്നുവിൻ്റെ ബ്രദർ. അപ്പോൾ അങ്ങനത്തെ ആ സീരിയലിലൂടെയാണ് വന്നത്. അപ്പം ഏഷ്യാനെറ്റിൽ ഇതെൻ്റെ 3rd സീരിയലാണ്. 3rd സീരിയലും ഞാൻ നെഗറ്റീവാണ് ചെയ്യുന്നത്. ആ ഒരു നെഗറ്റീവ് ഫേസ് ഏഷ്യാനെറ്റിന് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന റോളൊക്കെ നെഗറ്റീവ് ആണ് അല്ലേ? അങ്ങനെ ആയിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ആകാശിനെ കാണുമ്പോൾ ഒട്ടും നമുക്കൊരു നെഗറ്റീവ് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരു ഫേസേ അല്ല. ആകാശ് ബേസിക്കലി ഡാൻസർ ആണ്. അതെ, ബേസിക്കലി ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആണ്. ഞാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ചെന്നൈ. ഞാനിപ്പം ട്രിവാൻഡ്രത്ത് സെറ്റിലാണ്. അപ്പം ഞാൻ ഭരതനാട്യ കുച്ചിപ്പുടി ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഡിപ്ലോമ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആക്ടിങ്ങും ഒപ്പം ഡാൻസും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാണ്, ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? ഓൾമോസ്റ്റ് എൻ്റെ ആക്ടിങ് കരിയറിൽ ഇതിൻ്റെ 13 വർഷം ആവുന്നു. ഓക്കെ. അപ്പോൾ ആക്ടിങ്ങിൽ 13, ഡാൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടാവും, ഒരു 15-16 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സീരിയൽ ആ ഒരു മേഖലയിൽ വന്നിട്ട് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? അമ്മ സീരിയലില് അല്ലല്ല, അതിനു മുമ്പ് ഞാൻ വന്നത് ഏഷ്യാനെറ്റിലല്ല. അതിനു മുമ്പ് ഞാൻ ദൂരദർശനിലെ ടെലിഫിലിമിലൂടെയാണ് ആദ്യമായിട്ട് വന്നത്. അപ്പൊ എത്ര പ്രായം ഉണ്ടായിരിക്കും? അപ്പൊ ഞാനൊരു 4th കാൽക്കുലേറ്റ് ചെയ്യും വയസ്സ് കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ഞാനിപ്പോ എന്റെ 2025 എന്റെ 30 സ്റ്റാർട്ടിംഗ് ആണ്. വയസ്സൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോ തൊട്ടേ ക്യാമറയുടെ മുന്നിൽ വരുന്നുണ്ട്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സ്റ്റേജ് ഷോസും ചെയ്യുന്നുണ്ട്. സ്റ്റേജ് ഷോസ് കുറെ ചെയ്യുന്നുണ്ട്. ഡാൻസ് ഇതില് ഏതിനോടാ കൂടുതൽ കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതൽ? ഡാൻസിനോടാണ്? ആക്ടിങ് എന്റെ പ്രൊഫഷൻ, ഡാൻസ് എന്റെ പാഷനാണ്. അപ്പൊ രണ്ടും കൊണ്ട് മെർജ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. പാഷനും പ്രൊഫഷനും ആയിട്ട് അങ്ങനെ ഒരുമിച്ച് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ഡാൻസ് പഠിച്ചുകൊണ്ടായിരിക്കാം മേ ബി എനിക്കിത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും എക്സ്പ്രസീവ് ആയി നമ്മൾ ഡാൻസിങ്ങിലൂടെ വരുന്നത് കൊണ്ട് കുറച്ചുകൂടെ ആവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇതുവരെ അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമില്ല. ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടോ? അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഫാൻസേ ഇല്ല. ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എനിക്ക് ഫാൻസ് പേജും ഇല്ല, ഒന്നുമില്ല. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഡാൻസ് പരമായിട്ട് ഡാൻസ് രീതിയിലാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ ഒരു സീരിയലിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് റീൽസ് ഒക്കെ എപ്പോഴും കാണാം. അയ്യോ, അത് ഞങ്ങളുടെ സീരിയല് കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഞങ്ങൾ ഉടനെ എല്ലാവരും ഒരു ടീമായിട്ട് അല്ലെങ്കിൽ പെയറായിട്ട് എല്ലാവരും റീൽസൊക്കെ എടുത്ത് മാക്സിമം ഞങ്ങൾ നല്ല കൂളായിട്ട് തന്നെയാണ് ഞങ്ങൾ സീരിയൽ. നോർമൽ സീരിയൽ ഞാൻ ഇത്രയും വർഷം ചെയ്തിട്ടുണ്ടെങ്കിലും പത്തരമാറ്റിൽ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളെല്ലാം ഒരു ഫാമിലിയാണ്. ബിക്കോസ് ഒരു മാസത്തിലൊരു 15-20 ദിവസം ഞങ്ങൾ ഈ സീരിയലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കുറച്ച് ടൈം മാത്രം നമ്മൾ ഫാമിലി ആയിട്ട്. ഇപ്പം ഞങ്ങൾ സെക്കൻഡ് ഹോമാണ്. പ്രത്യേകിച്ച് പത്തരമാറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ഷൈജു സാർ, പ്രൊഡ്യൂസർ രമേഷ് ബാബു സാർ, പിന്നെ ഞങ്ങളുടെ എല്ലാമായി ഞങ്ങളുടെ കൺട്രോളർ ഉണ്ണിച്ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നല്ലൊരു ഫാമിലി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സീൻസ് പോകുന്ന അറിയില്ല. ഇൻ്റർവ്യൂവിൽ കിട്ടുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ റീൽസ് ചെയ്യും. അപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർക്ക് നമ്മൾ
നമ്മളതായിട്ടുള്ള രീതിയിൽ കുറച്ചൊക്കെ ഒരു എന്റർടൈൻ ചെയ്യാൻ നോക്കാം. നമ്മള് സീനില് ഭയങ്കര അടിയും നെഗറ്റീവ് ക്യാരക്ടറും അത്രയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക് വരുമ്പോ പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും പറയുമ്പോ ആക്ഷൻ പറയുമ്പോ നമ്മൾ അത്രയും എപ്പോ കട്ടുമ്പോൾ ഞങ്ങൾ ചിരിച്ച് കളിച്ച് നമ്മളിപ്പോ കാണുകയാണെങ്കിലും സീരിയലിൽ നമ്മൾ ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെ കാണും. അപ്പോൾ ഭയങ്കര അടിയായിരിക്കും ആ ഒരു സീനിൽ. ആ സെയിം കോസ്റ്റ്യൂമിൽ ഇപ്പുറത്ത് നമുക്ക് റീൽസ് കാണാം. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് അഭിനയിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇപ്പുറത്തെ റീൽസ് എടുക്കുന്നത്. അങ്ങനെ ശരിക്കും എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സെറ്റാണ് അത്. ഞാൻ ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു സന്തോഷമായിട്ട് പോകുന്ന ഒരു സെറ്റ്. ഇനി നമ്മൾ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിലും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വേണമെന്നാണോ അതോ മാറിക്കിട്ടണമെന്നുണ്ടോ? ഏത് ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് തോന്നുന്നുണ്ടോ ആ ക്യാരക്ടർ ഞാൻ ചെയ്യും. എനിക്ക് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ട് അങ്ങനത്തെ ഒരു. അതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാം മോഡേൺ ആയിട്ട് എന്തുണ്ട് അതൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. ബേസിക്കലി എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലൈഫ് ഒന്നേ ഉള്ളൂ. മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക, ആരെയും ഹേർട്ട് ചെയ്യാണ്ട് ഒരു രീതിയിലും അല്ലാണ്ട് നമ്മൾ ഇഷ്ടത്തിന് ആരും ഉപദ്രവിക്കാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പോവുക. അങ്ങനെ നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, നമുക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ചെന്നൈയും ട്രിവാൻഡ്രോ ആയിട്ട് അങ്ങനെ. അതെ, എൻ്റെ മദർ ടങ് തമിഴാണ്, ചെന്നൈയിലാണ്. ഇപ്പം ഞങ്ങൾ അവിടെ ഇല്ല, ഞങ്ങളെല്ലാം സെറ്റിൽ ഇവിടെ ആയി. ഇനി നമുക്ക് എന്തായാലും ഒരുപാട് സീരിയൽ, സിനിമ, അങ്ങനെ ആക്ടിങ്ങിലും ഒരുപാട് ലെവലിൽ എത്താനായിട്ട് പറ്റട്ടെ. അതുപോലെ തന്നെ ഡാൻസിലും ഒരുപാട് നമ്മളിങ്ങനെ കുറെ ആഗ്രഹിക്കുമല്ലോ, ഇവിടെ എത്തണം അവിടെ എത്തണം, അതിനേക്കാൾ മുകളിൽ എത്താനായിട്ടുള്ള ഒരു ഭാഗ്യം. എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നത്, ഒരു ആക്ടറിനെ സംബന്ധിച്ചുള്ള ഒന്നിൽ സ്റ്റക്ക് ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ള കുറേ ക്യാരക്ടേഴ്സ് ചെയ്യാം. എനിക്ക് കുറച്ച് എന്താ പറയുക, നമ്മൾ കുറച്ച് ഫോൾട്ടുള്ള ക്യാരക്ടേഴ്സ് ഇല്ലേ, കണ്ണ് കാണുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരാളാണ്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും തോന്നുന്നു. ആകാശ് ഡാൻസ് എന്നുള്ളൊരു പാഷനിൽ നിന്ന് സിനിമ അല്ലെങ്കിൽ ആക്ടിങ് എന്നുള്ളൊരു കരിയർ തിരഞ്ഞെടുത്ത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ ഡാൻസ് നിന്ന് വന്നിട്ട് സിനിമ എന്നുള്ളതിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വിനീത് ഉണ്ട്, ശോഭന ഉണ്ട്, മഞ്ജു വാര്യർ, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ ഡാൻസും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകാശിന് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസർ കം ആക്ടർ ആരാണ്? നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് മെയിൽ ഡാൻസർ കം ആക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും വിനീതേട്ടനാണ്. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സണാണ് ശോഭന മാം. എന്നും എനിക്കൊരു അത്ഭുതമാണ്. മിക്ക എല്ലാ ശോഭന മാമിൻ്റെ എല്ലാ പ്രോഗ്രാം കാണാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഞാൻ പറയുമ്പോഴെന്താണോ ഗൂസ് ബംസ് വരുന്നുണ്ടോ, കാരണം എനിക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ. കാരണം ഞാൻ അവർ അഭിനയമായാലും എന്തായാലും അതിലെല്ലാം ഉപരി എനിക്ക് ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് ഏറ്റവും സന്തോഷം മാമിന് പത്മഭൂഷൺ കിട്ടി. അതായത് ഒരു ആസ് എ ഡാൻസറിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രിവിലേജ് ആൻഡ് ഒരു ഓണറാണ്. അത് എല്ലാ ഡാൻസേഴ്സിനും എല്ലാവരും അത് കണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇടണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ശോഭന മാം അങ്ങനെയാണെങ്കിൽ ശോഭന മാമിന്റെ ഒരു ക്യാരക്ടർ, ഒരു ഫിലിമിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഒരിക്കലും നോ ഡൗട്ട് മണിച്ചിത്ര താഴെ അതിനി എത്ര പ്രാവശ്യം കണ്ടില്ല, ഇനി എത്ര ജനറേഷൻ അത് കണ്ടാലും ആ ഒരു സിനിമ എന്ന് പറയുന്നത് മനസ്സിന് ഒരിക്കലും പോവില്ല. അത് ഈച്ച് ആൻഡ് എവറി സീൻസ് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവും. മാമിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മണിച്ചിത്ര താഴെ തന്നെയാണ്. അങ്ങനെ ആകാശിന് അതുപോലെ ഡാൻസർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം, സിനിമയിൽ ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു സീരിയലും ചെയ്തിട്ടുണ്ട്, മഴവിൽ മനോരമയിൽ താക്കുയിൽ എന്ന് പറഞ്ഞിട്ട് സീരിയൽ. അതിൽ ഞാൻ ഡാൻസറായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കല കൊണ്ട് മാത്രം ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അത് ഡാൻസും അഭിനയവും എല്ലാം മുന്നോട്ട് നമ്മുടെ സിനിമ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതെ, ഞാനൊരു ഫിലിം ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇന്ദ്രജിത്ത് ചേട്ടൻ്റെ ചൈൽഡ്ഹുഡ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ വട്ട് ജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. അതില് ഇന്ദ്രജിത്തിന്റെ ആ ഒരു കുട്ടിക്കാലം എന്റെ സീൻസ് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ എൻട്രി കാണിക്കുന്നത്. വട്ട് ജയന്റെ കുട്ടിക്കാലം അല്ലേ? കുട്ടിക്കാലമാണ് ഞാൻ ചെയ്തത്. ഞാൻ ഒരു ഫിലിമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ സീരിയൽസ് തന്നെയാണ് എനിക്ക് എന്താ പറയുക, സീരിയൽസ് മാത്രം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ ഒരു വർക്കിന് പോകുന്ന പോലെ തന്നെ രാവിലെ പോകുന്നു, നൈറ്റ് വരുന്നു. അപ്പൊ അതൊരു സൈക്കിളാണത്, ഒരു ഡെയിലി റുട്ടീൻ പോലെ. അങ്ങനെ സീരിയൽ ഹാപ്പിയാണ്. എല്ലാവരും ചോദിക്കുന്നത് സിനിമ ഞാൻ ട്രൈ ചെയ്യുന്നില്ല, വന്നാൽ ചെയ്യും. ഞാൻ ഇതിൽ ഹാപ്പിയാണ്. നമ്മുടെ അപ്കമിങ് പ്രൊജക്ട്സിനെ പറ്റി അപ്കമിങ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കറന്റ് പത്രമാറ്റ് സീരിയലാണ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല മലയാളത്തിൽ. പിന്നെ എനിക്ക് തമിഴിലെ ഒരു പ്രോജക്റ്റിങ് വന്നുകൊണ്ടിരിക്കുകയാണ്, സംസാരമുണ്ട്.
അപ്പം ഇപ്പം കറൻ്റ്ലി സന്തോഷമായിട്ട് പോകുന്നു. പത്രമാറ്റം മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ പത്രമാറ്റ സീരിയൽ ഒരു വേറെ ലാംഗ്വേജിലുള്ള ഒരു സീരിയലിന് അതെ, ഓൾമോസ്റ്റ് തെലുങ്ക്, തമിഴ്, കന്നഡ, ഇപ്പം മലയാളം. അപ്പോൾ നമ്മൾ ഓൾറെഡി മറ്റ് ലാംഗ്വേജിലുള്ള സീരിയൽസ് കാണാറുണ്ടോ? നമ്മുടെ കുറവാണ്. കമ്പാരിസൺ ഞാൻ ചെയ്യാറില്ല. എനിക്ക് വേറെ ആളെ നോക്കിയിട്ടും ചെയ്യില്ല. എനിക്ക് എന്താ കഴിയുന്നത് എൻ്റെ കുറച്ച് ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്യാണ് അല്ലേ? എനിക്കൊന്ന് റെഫർ ചെയ്ത് എനിക്ക് അങ്ങനെ ചെയ്യാൻ എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ട് പോകട്ടെ. ഇനി നമ്മൾ ബാക്ക് ടു പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ. പുത്തൂർ ഡേ കെയർ സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വേറൊരു വീടാണിത്. പ്രത്യേകിച്ചും ബിമിത ചേച്ചി, ടിറ്റോ ചേട്ടൻ, 2 കുട്ടികൾ, ഷോദിൽ, സാനു, ഇവരൊക്കെ എൻ്റെ ഒരു ഫാമിലിയാണ്. ഞാൻ എപ്പോൾ ഗുരുവായൂർ വരുമ്പോഴും ഇവരെ കാണാതെ പോകാറില്ല. എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഇത് 2024 വരാൻ പറ്റി, 25 വരാൻ പറ്റി. ഇപ്പം ബിമിത ചേച്ചി, ടിറ്റോ ചേട്ടൻ, അപ്പോൾ അവർ ഈ പുത്തൂർ പ്ലേ സ്കൂൾ ആൻഡ് ഡേ കെയർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ കുറേ കുട്ടികളൊക്കെ എല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പഠിച്ച് വരുന്നതും. പിന്നെ എന്താ പറയുക, ടിറ്റോ ചേട്ടനും ബിമിത ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രദർ സിസ്റ്ററാണ്. കാരണം ബിമിത ചേച്ചി ഇപ്പം പത്രമാറ്റി ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ഫാമിലി പോലെയാണ്. ഇവരെല്ലാവരും അങ്ങോട്ട് വരാറുണ്ട്, അവിടെ എല്ലാവരും ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പം അവർ സക്സസ്ഫുള്ളി ആയിട്ട് അവർ 22nd ആനിവേഴ്സറിയാണ്. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇനി എത്രയോ വർഷങ്ങൾ ഇനി മുന്നോട്ട് പോകാനുണ്ട്. കുറേ കുഞ്ഞുങ്ങൾ ഇത് പഠിച്ച് വലിയ ആളാവാനുണ്ട്. അപ്പം ഈ പുത്തൂർ പ്ലേ സ്കൂൾ ആൻഡ് ഡേ കെയറിലേക്ക് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.